അതെ, ഒരാൾക്ക് ഇവിടെ ഇരിക്കാം. ഇവിടെ ഒരു സീറ്റ് ഒഴിഞ്ഞു കിടപ്പുണ്ട്. നന്നായി അവിടെ തുടങ്ങി വിശേഷമായി അമ്മയ്ക്ക് ആദ്യത്തെ ചോറ് വിളമ്പാം. സുഭാഷും ഷിജും എല്ലാരും അങ്ങനെ റോഷന് കുഞ്ഞായി, ഒന്നാം പിറന്നാളും ആയി അല്ലേ ഗോപി? കാര്യം വിളമ്പ് ഇങ്ങോട്ട്. അല്ല മോനെ, ഷിജുവിന്റെ കല്യാണാണോ റോഷന്റെ കല്യാണാണോ ആദ്യം കഴിഞ്ഞത്? ഷിജുവിന്റെതല്ലേ? സജിത മോളെ, വിശേഷം വല്ലതായ? അല്ല, അതൊരു സന്തോഷത്തിന്. ഇതൊക്കെ കേട്ട് നമ്മുടെ ചിന്തിക്കണ്ടല്ലോ. അമ്മ എവിടെ ഇരുന്ന് കഴിക്കും? പരിപാടിക്ക് ഞങ്ങളില്ല. എന്റെ പൊന്ന് സജു, നീ ഇങ്ങനെ കരയല്ലേ? ഓ ബുഡ്ഡി പാകല്ലേ? ഓ എന്റെ മിനി, നീ ഒന്ന് മലയാളത്തിൽ പറ. ആ തള്ളക്ക് ഭ്രാന്താന്നാ ഇവിടെ പറയണേ. ഭ്രാന്ത് ഭ്രാന്ത്. അല്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഇവരോടൊക്കെ അടിയുണ്ടാക്കാൻ പോണേ? ഈ SSLC കഴിയുമ്പോൾ നാട്ടിലുള്ള സകല ദണ്ഡികളും നമ്മളോട് ചോദിക്കും, ഇനി എന്താണ് അടുത്ത പരിപാടി? അവർക്കിത് വല്ലതും അറിഞ്ഞിട്ട് കാര്യം ഉണ്ടായിട്ടാണോ? വെറുതെ ഒരു ചോദ്യം അല്ലേ മിനി? പിന്നല്ലാതെ. കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 3 വർഷമായി. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നേരത്തെ കണ്ടുപിടിച്ച അത്രയും. നിങ്ങളൊക്കെ എന്തിനാണ് ഈ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി നടക്കുന്നത്? ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. പ്രശ്നം ഉണ്ടെന്നല്ലല്ലോ പറഞ്ഞത്. അതെ ശശികുട്ട, പ്രശ്നമൊന്നുമില്ലെന്നുണ്ടെങ്കിൽ കൊള്ളാം. പക്ഷെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഏതെങ്കിലും നല്ലൊരു ഡോക്ടറെ പോയിട്ട് കാണും. വെറുതെ സംശയം വെച്ചിട്ടിരിക്കണ്ടല്ലോ. അമ്മ അവിടെ ഇരുന്നു. ഞാൻ വരണ്ടേ? അതെ, മേരി ഡോക്ടർ മേരി. പേരൊന്ന് പറയാമോ? ഷിജു ഭക്തൻ, TR സജിത. മേരി ഡോക്ടറെ കാണാൻ. ഒരുപാട് നേരം ഇല്ല, കോപ്പി തുറന്നേ ഉള്ളൂ. അവിടെ പോയിരിക്കും. ഞങ്ങൾ ഒരുപാട് നാളുകളായി കുഞ്ഞുങ്ങളില്ലാത്ത സങ്കടത്തിൽ ജീവിക്കുകയായിരുന്നു. അപ്പോഴാണ് മാതാസ് ക്ലിനിക്കിനെ പറ്റി കേൾക്കുന്നത്. മാതാസ് ക്ലിനിക്കിലെ മേരി ഡോക്ടറുടെയും മറ്റു ഡോക്ടർമാരുടെയും പ്രാഗൽഭ്യത്താലും സംരക്ഷണത്താലും ഒന്നിനെ ആഗ്രഹിച്ച ഞങ്ങൾക്ക് ഒറ്റയടിക്ക് 4 കുഞ്ഞുങ്ങളെ കിട്ടി. ഇതാ നോക്കൂ. കുഞ്ഞുങ്ങൾ നിങ്ങളുടെ എങ്ങനെയല്ലേ എല്ലാരും കൂടി വളർത്തി വലുതാക്കണം. ഒന്നിനെങ്കിലും കിട്ടിയാൽ മതി എന്ന് പറഞ്ഞ ഞങ്ങളിവിടെ ഇരിക്കുന്നത്. സജിത, ഷിജു. ഓ, പോലീസിലാണല്ലോ. എനിക്ക് വലിയ ഇഷ്ടമാണ് ഈ പോലീസുകാരെന്ന് പറയുന്നത്. അവരുടെ ഡിസിപ്ലിനും അവരുടെ ഒരു മര്യാദയും. എന്തൊരു സർവീസ് ആണല്ലേ നിങ്ങളുടെ. പ്രൗഡ്, റിയലി പ്രൗഡ്. മീഡിക്ക്. ഷിജു എന്ത് ചെയ്യുന്നു? ഞാൻ ഈ ഓർഗാനിക് കൃഷിയും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ. ഓ, ഓർഗാനിക് കൃഷിയോ? ഓ, എനിക്ക് റിട്ടയർ ചെയ്തതിന് ശേഷം ഓർഗാനിക് കൃഷി ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം. അതാവുമ്പോൾ സോ ഹെൽത്തി അല്ലേ, ഈ കെമിക്കൽസിന്റെ ഈ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ. ഓ, വണ്ടർഫുൾ വണ്ടർഫുൾ. എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ, ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാറുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ. തീർച്ചയായിട്ടും കോണ്ടാക്ട് ചെയ്യാം. ബട്ട് റിട്ടയർമെന്റിന് ശേഷമാണ്. നൈസ്. സജിത, എന്താണ് ഒരു കംപ്ലൈൻ്റ് ആയിട്ട്? PCOD ആണ് ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് അല്ലേ? കല്യാണം കഴിച്ചിട്ട് എത്ര ആളായി? ഇപ്പോൾ 3 വർഷം. 3 years ഒന്നും ഒരു സമയമൊന്നുമല്ല. അതൊക്കെ നമുക്ക് ശരിയാക്കാൻ പറ്റും. ഓക്കെ, കൺസീവ് ചെയ്യാൻ നിങ്ങൾ റെഡിയാണോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, ഇന്ന് ഏതാ ഡേ? മൺഡേ. ഇത് സെക്കൻഡ് ഡേ ആണ് ഡോക്ടർ. പീരിയഡ്സിന്റെ ഡേറ്റാ ചോദിച്ചത്.
ഇപ്പം നന്നായി കേട്ടോ. ഫോളിക്കുലർ സ്റ്റഡിയൊക്കെ ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്കൊരു ഓവേറിയൻ റിസർവ് ഒക്കെ അറിയാൻ പറ്റും. സ്കാനിങ്ങിന് കൊണ്ടുപോകണം. ആ അതുപോലെ ഷിജു നമുക്ക് നോക്കണ്ടേ? എന്താ? സെമൻ ടെസ്റ്റ് ഞാൻ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഈ കുട്ടി കൊണ്ടുപോകും. കൂടെ പോയാൽ മതി. ബോണ്ട് എടുക്ക്. ജിംസ പെണ്ണിന് ഇഷ്ടമായോ? കണ്ണട ഒന്ന് പൊക്കി നോക്കിയാൽ കുറച്ചുകൂടി കളറാകും. അതെ അതെ. എങ്ങനെയുണ്ട്? ആ ബെസ്റ്റ് ഫ്രണ്ടാ തൂറ്റാമ്പ്ലാക്ക് വിത്ത് ഷിജു. കേട്ടാണോ വഴി? ഇല്ല. ആ പറയടാ. എടാ സജീവരം മറ്റേ ടെസ്റ്റ് എഴുതിടാ. ആ ഹലോ മറ്റേ ടെസ്റ്റില്ലേ? അയ്യോ സെക്കൻഡാ. എടാ കേക്കാൻ പറ്റുള്ള ഒച്ച പറ. ഒരു സെക്കൻഡ് ഏ എടാ മറ്റേ ടെസ്റ്റില്ലേ? സെമൻ അത് എഴുതിയെന്ന്. സെമൻ കേൾക്കണ്ട. എടാ എന്താണ് കേക്കാൻ പറ്റുള്ള? എടാ സെമൻ ടെസ്റ്റിനെ എഴുതിയെന്ന്. സെമൻ എന്താണ്? കൂട്ടുകാരനാ ചില ലൈഫ് പ്രോബ്ലംസ്. കഴിക്കൂ ഇപ്പൊ വരാം. ഓരോരോ ലൈഫ് പ്രോബ്ലംസ്. എന്റെ പൊന്നു ഷിജു നീ ആദ്യം പോയി ടെസ്റ്റ് ചെയ്യേ. ടെസ്റ്റ് ചെയ്താലല്ലേ അറിയാൻ പറ്റുള്ളൂ എന്തെങ്കിലും കുഴപ്പമുണ്ടാന്ന്. എന്നിട്ട് വല്ല കുഴപ്പമുണ്ടെങ്കില ഇപ്പൊ എല്ലാം അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രശ്നം വല്ല ഉണ്ടെങ്കിൽ എല്ലാം തകരാറിലാവൂട്ടാ. നീ ഒന്ന് മോങ്ങാണ്ടിരിക്കും ഷിജു. നിന്റെ ഭാര്യയുടെയും കല്യാണം ഞാൻ കഷ്ടപ്പെട്ട് നടത്തി തന്നില്ലേ? എനിക്ക് ബാക്കിയുള്ളവരെ കല്യാണം നടത്തണ്ടേ? നീ എന്താ എന്റെ കാര്യം ആലോചിക്കാത്തത്? നീ വെച്ചേ. പോവാം. എന്തിനാണ് ഇത്ര തിരക്ക്? ഇവിടെ ഇരുന്നു. തിരക്കായിട്ടൊന്നും അല്ല. അങ്ങ് കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. അതിന്റെ അല്ല, നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോയാലോ? വീട്ടിൽ പോകാനോ? അപ്പം ടെസ്റ്റ് എടുക്കണ്ടേ? അല്ല, ടെസ്റ്റ് എടുക്കാൻ നമുക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. കുഴപ്പമുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടല്ലേ ഈ ടെസ്റ്റ് ഒക്കെ ചെയ്യുന്നേ? അതെ. എന്താ ശിശു കാര്യം? ടെസ്റ്റ് ചെയ്തിട്ട് എനിക്കാണ് കുഴപ്പമൊന്നുണ്ടെങ്കിൽ എന്താ ടെസ്റ്റ് എടുത്താൽ എനിക്ക് കുഴപ്പമുണ്ടായിക്കൂടെ? അങ്ങനെയല്ല. എനിക്ക് വന്നേ ശിശു പോവാം. ടെൻഷൻ അടിക്കാതെ. അങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല നമുക്ക്. നമ്മളല്ലേ, നമുക്ക് നമ്മളെ അറിയില്ലേ. യു ക്യാൻ ഡു ഇറ്റ് ഷിജു. വാ പോവാം. സിസ്റ്റർ ഈ സ്കാനിങ് എടി അപ്പോൾ അവൻ എന്നോട് പറയാം അവൻ എനിക്ക് ഐസ്ക്രീം മേടിച്ചു തരാന്ന്. എടി എനിക്ക് ഞാൻ പറഞ്ഞ് ഇഞ്ചക്ഷൻ തരാന്ന്. ഇതെന്താ ചെയ്യണ്ടേ? അതവിടെ കൊടുത്തേക്ക്. എപ്പോഴാ കിട്ടുക? അയ്യോ കിട്ടും, പേടിക്കണ്ട. ശരി. അയ്യോ ഷിജു മാഷ് വന്നവിടെ. മാഷിന്റെ ഓർമ്മ എന്നെ മനസ്സിലായില്ലേ? മാഷ മിന്നിനി മാഷിന്റെ ഓൺലൈൻ മോട്ടിവേഷൻ ക്ലാസ്സിലുണ്ടായിരുന്നു. 9am ബാച്ച് സിത്താരൊക്കെ ഉള്ള. അല്ല ഈ സെമൻ ടെസ്റ്റ് അതിവിടെ തന്നെ. മാഷിനാണോ? ആരാ ഡോക്ടർ? നീര് ഡോക്ടറാണോ? നല്ല ഡോക്ടർ മാഷെ. എല്ലാം ശരിയാവും. അതിനെനിക്ക് കുഴപ്പമൊന്നുമില്ല. കുഴപ്പമൊന്നുമില്ലെങ്കിലും ശരിയാവും മാഷെ. ആ കാണുന്ന മുറിയാണേ. അല്ല ഇതിപ്പോ മുഴുവനൊന്നും പറ്റില്ല മാഷെ. പറ്റുന്ന കൊണ്ട് പോലും ഉയരങ്ങളിലേക്ക് കുതിക്കുന്ന പരുന്ത്.